കോൺഫറൻസ് ഒരു ദിവസം കൂടെ നീണ്ടു. എറണാകുളത്ത് നിന്ന് നേരിട്ടുള്ള ട്രാൻസ്പോർട്ട് കിട്ടി. എറണാകുളത്ത് അച്ഛനെ കണ്ടില്ലേ? സമയം ഉണ്ടായിരുന്നില്ല, നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. ഒന്ന് ഫോൺ ചെയ്യായിരുന്നില്ലേ? അച്ഛാ, എന്റെ കളർ പെൻസില് തരാം, കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? നിനക്ക് ഞാൻ തന്ന പുസ്തകത്തിൽ മാത്രമേ വരയ്ക്കാവൂ. തോന്നി ദിക്കിലൊക്കെ കുത്തി വരച്ച. അപ്പുറത്തോ? പഴയതെല്ലാം അപ്പടി കഷ്ണായി. അത് ഞാൻ ഹരിക്ക് കൊടുക്കട്ടെ അമ്മേ. എന്തിനാ പഴയത് മാത്രാക്കണേ? ആ ചെക്കന്റെ കൂട്ടത്തിൽ നാടായ നാട് മുഴുക്ക തെണ്ടലാ പണി. ഇവന്റെ ദേഹത്തൊന്ന് നോക്കിയേ, എത്ര ദിക്കിലാ മുറിഞ്ഞിരിക്കുന്നത്. കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചായ ഉണ്ടോ? പാലില്ല. രാവിലെ അരക്കുപ്പിയാ തന്നത്. കുട്ടി കുടിച്ചു പോയിന്നൊരു കാരണവും പറഞ്ഞു. എന്നാണാവോ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? കോൺഫറൻസിന് വന്ന ജനറൽ മാനേജരോട് ഒന്ന് പറയായിരുന്നില്ലേ? എന്ത് മാറ്റം? ആള് മനുഷ്യരുള്ള വല്ല ടൗണിലേക്ക് ഒരു മാറ്റം. വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട് വിജയം, അതറിയില്ല. ഞാൻ അച്ഛനെഴുതാം. അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല നിങ്ങളുടെ ജനറൽ മാനേജർ. അടിച്ചു വരാനും തിരുമ്പാനും വരുന്ന പെണ്ണിനെ ഇന്ന് കാണുന്നില്ല. ഞാൻ അടുക്കള പണി ചെയ്യാൻ വേണ്ടത് കുട്ടിയെ നോക്കുക വേണ്ടത്. ഭ്രാന്ത് വരുന്നുണ്ട് എനിക്ക്. ഞാൻ നേരത്തെ എഴുന്നേക്കുന്നുണ്ടല്ലോ. രാവിലെ ഉച്ചയ്ക്ക് വേണ്ടതടക്കം വെച്ചുണ്ടാക്കിയിട്ട് പോവാ. സമയമുണ്ട്. വൈകുന്നേരം വന്ന ഉടനെ നേരെ അടുക്കളയിൽ കയറാം. പോരെ? ഭ്രാന്ത് വരാതിരിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞതിനർത്ഥം. എന്റെ ബുദ്ധിമുട്ട് ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഓഫീസ്, കോൺഫറൻസ്, ഇത് വല്ലതും അറിയണോ? അറിയുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. ആണുങ്ങള് കുക്കിംഗ്, ഡിഷ് വാഷിംഗ് ഒക്കെ പതിവാ പുറംനാടുകളിൽ. എനിക്കൊരു പ്രയാസവും തോന്നുന്നില്ല. തിരുമ്പാനുള്ളത് ഒന്നിച്ചിട്ടാ മതി. ഞായറാഴ്ച ഒരു ഫുൾ ഡേ വാഷിംഗ്, കുറച്ച് എക്സസൈസും ആവും. ഞാൻ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല മുമ്പ്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് പ്രയാസമില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അച്ഛൻ കോവിലകം കാര്യസ്ഥനായിരുന്നു. അമ്മയ്ക്ക് അവിടെ കുറച്ചുകാലം വെപ്പ് പണി. ആ പാരമ്പര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. കുറച്ചൊക്കെ എനിക്കും എല്ലാം അറിയാം. ഞാൻ മുറ്റത്ത് നിൽക്കുള്ളൂ. വേണ്ട, ഇവിടെ നിന്നാ മതി. ഞാൻ പോവും. നീ പോവല്ലേ? ഞാൻ പോവെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞതനുസരിക്കില്ലല്ലേ? വിജയം, അരിശം തീർക്കാൻ ആരെങ്കിലും തല്ലണമെങ്കിൽ ഞാൻ നിന്നുതരാം. അവനെവിടെ? എന്റെ തലയിലേക്ക് പല ദിക്കിലും കടന്നു പോവാനാ തോന്നുന്നത്. ജഡ്ജി ബംഗ്ലാവ് ഉണ്ടല്ലോ, പോകാം. സൗകര്യങ്ങളൊക്കെ തികയുമ്പോ ഞാൻ അറിയിക്കാം. പറയുന്ന കേട്ടാ തോന്നും വല്ല സ്വർഗലോകത്ത് നിറങ്ങി വന്ന അപ്സരസാണെന്ന്. ഞാനെന്താ വല്ല ആഫ്രിക്കൻ കാട്ടിലേക്കാണോ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഭേദപ്പെട്ട സ്ത്രീകളുണ്ട്. അവരെ കേട്ട് ഇടപഴകിയാലേ തെറിക്കുന്ന കിരീടമൊന്നും ഡിസ്ട്രിക്ട് ജഡ്ജി മോളുടെ തലയിൽ വെച്ച് നിന്നിട്ടില്ല.